അപ്പോൾ അങ്ങനെ നിലമ്പൂരിൻ്റെ ഒരു മനോഹാരിത കണ്ടിട്ട് ആ ഒരു റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഓരോ ഫ്രെയിമുകൾ കണ്ടിട്ട് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അടിപൊളി തേക്കുകളുടെ ഒരു എന്താ പറയുക, തേക്കുകളുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമല്ലേ നിലമ്പൂർ. അപ്പോൾ നമുക്കൊരു ചായ കുടിച്ചിട്ട് തിരിച്ച് വീഡിയോയിലേക്ക് കിടക്കാം. കെ എസ് ആർ ടി സിയിലൊക്കെ പോകാമെന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി വൻ റേറ്റ് കുറഞ്ഞ രീതിയിലാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള കെ എസ് ആർ ടി സി പോകുന്നത്. അപ്പോൾ നല്ലൊരു യാത്ര നമുക്ക് കിട്ടും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകൾ. അപ്പം നമ്മളൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. നിലമ്പൂർ സൈഡിൻ്റെ പ്രത്യേകതകൾക്ക് പറയുകയാണെങ്കിൽ തന്നെ അതിൽ തേക്കിൻ്റെ പ്രാധാന്യം വളരെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇരു സൈഡുകളിലുമായി കാണുന്ന വൃക്ഷങ്ങൾ തേക്കാണ്. തണൽ പാകി വഴിയോരങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ സിറ്റി ലൈഫുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ എനർജിയാണ്. ആ ഒരു ഗ്രീനറീൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ എനർജിയാണ് ഇതിലൂടെ വരുന്ന സമയത്ത്. അങ്ങനെ ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗൂഡല്ലൂർ ഭാഗത്താണ്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ടൂറിസ്റ്റുകളെ മാത്രം ആയിരിക്കും തോന്നുന്നു ഇത്തരത്തിലുള്ള വഴിയോര കച്ചവടക്കാർ അവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇപ്പോൾ മുകളിലേക്ക് കയറി പോവുകയാണ്. പലതരത്തിലുള്ള മൃഗങ്ങളെയൊക്കെ ചെറിയ തോതിലൊക്കെ കണ്ടു. കൂടുതലായിട്ടും കുരങ്ങ് ഒക്കെ ആയിരുന്നു റോഡ് സൈഡുകളിലായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ മുകളിലോട്ട് എയർപിൻ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലെത്തും തോറും ഇരുവശങ്ങളിലെയും കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. താഴെയുള്ള ആ ഒരു ഗ്രീനറി, അതുപോലെ തന്നെ ഹിൽ സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനും സാധിക്കും. എയർപിൻ ആയതുകൊണ്ട് തന്നെ ഈ എയർപിൻ കയറുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ എയർപിൻ. ഇവിടെയുള്ള പുതിയ എയർപിന്നുകൾ കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കേരളത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ ഫോറസ്റ്റ്. കേരളത്തിൻ്റെ ഒരു ഫോറസ്റ്റാണ് ഇവിടെ കാണുന്നത്. കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും കർണാടക എത്തുന്ന സമയത്ത്. ചെറിയൊരു ലാൻഡ്സ്കേപ്പിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും അവിടുത്തെ ഫോറസ്റ്റ്. എന്തായാലും നല്ല റോഡുകളൊക്കെ തന്നെയാണ്. ഫോറസ്റ്റിൻ്റെ ജീപ്പാണ് ആ സൈഡിൽ കണ്ടത് നമ്മളിപ്പോൾ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അവർ റൗണ്ട് അടിക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്നവരൊക്കെ ടൂറിസ്റ്റുകളാണ്. ഈ ഒരു വ്യൂ പോയിൻ്റ്, ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഫ്രണ്ട്സായിട്ടൊക്കെ വരുന്ന ആളുകൾ ഇവിടെ വണ്ടി നിർത്തും. അപ്പോൾ മറ്റ് കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫോറസ്റ്റ് ജീപ്പുമായിട്ട് റൗണ്ട് അടിക്കുന്നത്. ഇവിടെയൊക്കെ എലിഫൻറ്റ് ക്രോസിങ് ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ. കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കൂളിംഗ് ആണ്. സൺലൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഈ മരങ്ങളുടെ ഒക്കെ ഇടയിലൂടെ പോകുന്ന സമയത്ത് വളരെയധികം കൂളിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. റോഡ് വളരെ മനോഹരമായതും അതുപോലെ തന്നെ അധിക കേടുപാടുകളില്ലാത്ത റോഡ് ആയതുകൊണ്ട് തന്നെ യാത്ര വളരെയധികം സുഖകരമായിരുന്നു. വാഹനങ്ങളുടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പോകുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ പല ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറച്ച് കുറവുണ്ട് എന്ന് തോന്നുന്നു.
നമ്മൾ ഈ യാത്രയിൽ 3 സ്റ്റേറ്റുകളാണ് കവർ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് നേരെ തമിഴ്നാട് ബോർഡറിലേക്കാണ്. തമിഴ്നാട് ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കർണാടക കൂടെ പോകാനുള്ള ഒരു പ്ലാനുണ്ട്. മുതുമല, ബന്ദിപ്പൂർ എന്നീ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും തീരുമെന്നറിയില്ല, അപ്പോൾ പോയി നോക്കാം. റെയിനി ആയിട്ടുള്ള സീസണുകളിലൊക്കെ ലാൻഡ് സ്ലൈഡിങ് കൂടുതലുള്ളൊരു ഏരിയ കൂടിയാണിത്. അതുപോലെ തന്നെ വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൈഡുകളിലൊക്കെ കൈവരികളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സഹായിക്കും എന്ന് തോന്നുന്നു. ഒരുപാട് ചരക്ക് വാഹനങ്ങളൊക്കെ കടന്നു വരുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ലോറികളാണതൊക്കെ. ഭക്ഷണം മേടിച്ച് കഴിക്കുന്ന കുരങ്ങുകളൊക്കെ കാണാൻ സാധിച്ചു. പക്ഷെ അത് ഭക്ഷണം കൊടുക്കരുത് എന്നുള്ള ബോർഡുകൾ പലയിടത്തും അവർ ഫോറസ്റ്റ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പല യാത്രികരും ഫുഡ് ഐറ്റംസ് മൃഗങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് ബോർഡർ ഏകദേശം എത്തിയിട്ടുണ്ട്. തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് കടക്കാനുള്ള ഏകദേശം അതിനടുത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡർ കഴിയും. മുതുമല, ബന്ദിപ്പൂർ കാടുകളിലേക്ക് ആയതുകൊണ്ട് തന്നെ പല മൃഗങ്ങളെയും കാണാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. യാത്രയുടെ എന്തായി തീരുമെന്നറിയില്ല, പക്ഷേ പ്രതീക്ഷയുണ്ട്. കാരണം വളരെ കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും യാത്രയിൽ പ്രതീക്ഷ നല്ലതാണല്ലോ. അപ്പോൾ വാഹനങ്ങളൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് കൂടിക്കൂടി വരുന്നുണ്ട് എണ്ണം. ഇത്
ഇതൊരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു വളവാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയൊരു ഏരിയ കൂടെയാണിത്. ഇരു സൈഡുകളിലായിട്ടുള്ള ഈ കൊടും കാട്ടിലൂടെയുള്ള ഒരു യാത്ര. റോഡുകളൊക്കെ ചെറിയ തോതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തുടങ്ങി. ഈ ബോർഡർ ഏരിയകളിൽ പൊതുവെ ഇത്തരത്തിലുള്ള റോഡുകളാണ്. ഒരു നിശ്ചിത ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നല്ല റോഡുകളായിരിക്കും. ഈ ബോർഡർ ഏരിയ ആയതുകൊണ്ട് തന്നെ തോന്നുന്നു കുറച്ച് മോശമായിരുന്നു ആ സ്ഥലങ്ങളിലെ റോഡിൻ്റെ അവസ്ഥ. കുറച്ചങ്ങ് പോയിട്ട് വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളതാണ് ഇനി അടുത്ത ആലോചന. ഫുഡെല്ലാം നമ്മൾ പാർസൽ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇരു സൈഡിലും നോക്കുന്നുണ്ട് നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ. പക്ഷെ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിന്നത്. ഭക്ഷണം കഴിച്ചു, വീണ്ടും യാത്ര തിരിച്ചു.
ഒരു ഗ്രാമപ്രദേശമാണ് തോന്നുന്നു, ഉള്ളേരിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. ഇരു സൈഡിലുമായിട്ട് വീടും കാര്യങ്ങളെല്ലാം ഒക്കെ ആയിട്ട്. തമിഴ്നാടിൻ്റെ ഏരിയയാണ് ഈ പറയുന്ന ഈ സ്ഥലം. ഗൂഡല്ലൂർക്ക് ഇനി ഏതാനും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുത്തനെയുള്ളൊരു ഗ്രാമപ്രദേശമാണ്. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോർലിക്സ് കുടിക്കുന്ന ജിഷ്ണു, നെല്ലിക്ക് മേടിക്കുന്ന അനസ്, നെല്ലിക്ക് മേടിക്കുന്ന അനസ്. എക്സ്പീരിയൻസ് ഒരു 2 വാക്ക് എക്സ്ട്രാ കൂട്ടി പറയടോ. ഒന്നും പറയാനില്ല. അതാണ് 2 വാക്ക് കൂട്ടി പറയാൻ പറ്റും പറയണേ. അഖിലേഷ് എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? കുഴപ്പമില്ല. ഗൂഡല്ലൂർ എത്തിയില്ല. ഹോർലിക്സ് കുടിച്ചോണ്ടിരിക്കുക. അവിടെ എത്തിയിട്ടില്ല. അത് അവിടെ എത്ര മണി പമ്പില്ലേ, അവിടെ എത്തിയിട്ടുള്ളൂ. ഗൂഡല്ലൂർ എത്തി, ടൗണിലേക്ക് എത്തിയിട്ടില്ല. ഞങ്ങളിപ്പോ ചായ കുടിച്ച് ഇപ്പൊ ഹോർലിക്സ് കുടിച്ചോണ്ടിരിക്കും. ഇനി അങ്ങോട്ട് ഇതുപോലെ സ്ട്രൈറ്റ് റോഡാണ്. മൃഗങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇരുവശങ്ങളും വെട്ടിത്തടിച്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഈ ഒരു റൂട്ട് എടുക്കാറുമുണ്ട്. ഒരുപാട് മാൻ, അതുപോലെ തന്നെ കുരങ്ങുകളൊക്കെ, കാട്ടുമൃഗങ്ങൾ എല്ലാം. ഇവിടെയും പടുകൂറ്റൻ മലകളാണ് കാണുന്നത്. അത് ശരിക്കും ഈ ക്യാമറയിൽ നമുക്ക് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഭംഗി വളരെ മനോഹരമായിരുന്നു. ഒരുപാട് വ്യൂ പോയിൻ്റുള്ളൊരു ഏരിയ കൂടാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് വളരെ മനോഹരം ആയിട്ടുള്ളൊരു റോഡ് കൂടെയാണ്. പൊതുവേ നമ്മൾ പാലക്കാട് ടച്ച് ചെയ്യുന്നൊരു കുമിളി വഴി ഉള്ളൊരു റോഡുണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഉയരത്തിലാണ്, എത്രയോ അടി മുകളിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്.